പ്രധാനമന്ത്രി ശനിയാഴ്ച എത്തുമെന്ന് സംസ്ഥാന സർക്കാരിന് അറിയിപ്പ്. ഉരുൾപൊട്ടിയ മേഖലകളും ക്യാമ്പും സന്ദർശിക്കും. മോദിയെ അനുഗമിക്കാൻ മുഖ്യമന്ത്രിയും വയനാട്ടിലേക്ക്. ദുരന്തത്തിന്റെ 9ാം നാൾ നടത്തിയ തിരച്ചിലിൽ ഒരു മൃതദേഹവും 3 ശരീരഭാഗങ്ങളും കണ്ടെത്തി. തിരിച്ചറിയാത്ത 6 ശരീരഭാഗങ്ങൾ കൂടി സംസ്കരിച്ചു. കണ്ടെത്താനുള്ള 138 പേരുടെ പട്ടിക പുറത്തിറക്കി. ദുരന്തബാധിതരുടെ വായ്പ മൊറട്ടോറിയത്തിനായി ഇടപെടാൻ മന്ത്രിസഭാ തീരുമാനം. ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് കനത്ത നിരാശ. 50 കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ട് അയോഗ്യ. ഭാരപരിശോധനയിൽ 100 ഗ്രാം കൂടുതൽ. ഭാരം കുറയ്ക്കാൻ അമിതമായി വ്യായാമം ചെയ്ത ഫോഗട്ട് ആശുപത്രിയിൽ. വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയതിൽ കടുത്ത പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. പറഞ്ഞറിയിക്കാനാകാത്ത വേദനയെന്ന് പ്രധാനമന്ത്രി. രാജ്യം ഫോഗട്ടിനൊപ്പമെന്ന് IOA പ്രസിഡന്റ് PT ഉഷ. കായിക മന്ത്രിയുടെ പ്രസ്താവനയ്ക്കിടെ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ ഇരകളാക്കി മാറ്റാൻ പോകുന്നു എന്ന് പ്രവചിക്കപ്പെട്ടിട്ടുള്ള ഒരു മഹാദുരന്തമാണ് ഒരു ജലബോംബായി, മുല്ലപ്പെരിയാർ ഒരു ജലബോംബായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. വയനാട് ദുരന്തം മുൻനിർത്തി മുല്ലപ്പെരിയാർ പ്രശ്നം പാർലമെന്റിൽ ഉന്നയിച്ച കേരള MP മാർ. ജലബോംബായി മാറിയ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം. നിലവിലെ ഡാം മധ്യ കേരളത്തിന് ഭീഷണിയെന്ന് ഹൈബി ഈഡനും ബെന്നി ബെഹന്നാനും. ഹൈസ്കൂളിൽ ഇനി ഓൾ പാസ് ഇല്ല. 8, 9 ക്ലാസുകളിൽ ജയിക്കാൻ വിഷയങ്ങളിൽ 30% മാർക്ക് ആവശ്യം. 2026-27 വർഷത്തിൽ SSLC വിജയിക്കാനും മിനിമം മാർക്ക്. എയ്ഡഡ് സ്കൂൾ നിയമനം PSCക്ക് വിടുന്നതിൽ ധൃതി പിടിച്ച് തീരുമാനമെടുക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് ആശങ്കയേറ്റി അമീബിക് മസ്തിഷ്ക ജ്വരം. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് 15 പേർക്ക്. തിരുവനന്തപുരത്ത് 7 പോസിറ്റീവ് കേസുകൾ. 6 പേരും ഒരു കുളത്തിൽ കുളിച്ചവർ. അതിയന്നൂർ പഞ്ചായത്തിൽ ആരും കുളത്തിൽ ഇറങ്ങരുത് എന്ന നിർദ്ദേശം. രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ ED കൂട്ടത്തോടെ തോൽക്കുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്ത്. 1% കേസുകളിൽ പോലും പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നില്ല. 10 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്ത 5297 കേസുകളിൽ ED ജയിച്ചത് 40 എണ്ണത്തിൽ മാത്രം. കലാപഭൂമിയായി ബംഗ്ലാദേശ്. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിലെ 29 പ്രവർത്തകരെ കൊന്നതായി റിപ്പോർട്ട്. ധാക്കയിലെ ഹൈക്കമ്മീഷനിൽ നിന്നും ഭൂരിപക്ഷം ജീവനക്കാരെയും തിരിച്ചു വിളിച്ച് ഇന്ത്യ. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് ലീഗ്. ബോർഡുകളിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ ബില്ലിൽ നിർദ്ദേശം. കേന്ദ്ര നീക്കം വഖഫ് ബോർഡിനെ ഇല്ലാതാക്കുമെന്ന് AT മുഹമ്മദ് ബഷീർ. കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നാവശ്യപ്പെടുന്ന ഹർജിയിൽ കക്ഷി ചേർന്ന സംസ്ഥാന വനിതാ കമ്മീഷൻ. സ്വകാര്യത സംരക്ഷിച്ച് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന വനിതാ കമ്മീഷനും WCCയും ഹൈക്കോടതി ചൊവ്വാഴ്ച വിധി പറയും. അർജുന്റെ കുടുംബത്തിന് കൈത്താങ്ങായി സർക്കാർ. ഭാര്യയ്ക്ക് വേങ്ങേരി സഹകരണ ബാങ്കിൽ ജോലി. നിയമന വിവരം കുടുംബത്തെ അറിയിച്ച് അധികൃതർ. നേപ്പാളിൽ ഹെലികോപ്റ്റർ തകർന്ന് 4 മരണം. തകർന്നത് കാഠ്മണ്ഡുവിൽ നിന്നും റെസുവയിലേക്ക് പോയ ഹെലികോപ്റ്റർ. അപകടം നുവാക്കോട്ട് ജില്ലയിലെ ശിവപുരിയിൽ. പറന്നുയർന്ന് 3 മിനിറ്റിനകം നിയന്ത്രണം നഷ്ടപ്പെട്ട് കുന്നിലിടിച്ചു. വിദേശത്തെ ജോലി വാഗ്ദാനം ചെയ്ത കൊച്ചിയിൽ നിന്നും മനുഷ്യക്കടത്തെന്ന് പരാതി. പള്ളുരുത്തി സ്വദേശി അഫ്സർ അഷ്റഫ് അറസ്റ്റിൽ. എറണാകുളം സ്വദേശികളെ കടത്തിയത് ചൈനയിൽ ജോലി കിട്ടുമെന്ന് പ്രലോഭിപ്പിച്ച്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാരന്റെ മരണം കൊലപാതകം. കോളയാട് സ്വദേശി കരുണാകരനെ സഹതടവുകാരൻ അടിച്ചു കൊലപ്പെടുത്തിയെന്ന് പോലീസ്. പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യും.
ആക്രമിച്ച കേസിൽ ജാമ്യം തേടി പ്രതി പൾസർ സുനി സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെ സമീപിച്ചത് തുടർച്ചയായി ജാമ്യ ഹർജി ഫയൽ ചെയ്തതിന് ഹൈക്കോടതി പിഴ ചുമത്തിയതോടെ